കുത്തേറ്റ പെൺകുട്ടിയുടെ പിതാവിന്റെ പ്രതികരണം കൂടി ലഭിച്ചിട്ടുണ്ട് അതിലേക്ക്. ധർമ്മപുരിയിൽ ഒരു മരണം ഉണ്ടായിരുന്നു ബന്ധുവിൻ്റെ വീട്ടിൽ. അതിനുവേണ്ടി ഞാനും എൻ്റെ അച്ഛനും കൂടെ സ്കൂട്ടിക്ക് അങ്ങോട്ട് പോലീസ് സ്റ്റേഷൻ്റെ ഭാഗത്ത് വഴിയാണ് പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ ഈ അർജുനൻ്റെ ചിറ്റപ്പൻ ബാബു എന്ന് പറഞ്ഞ ബാലരാജ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മളെ കണ്ടിട്ട് കൈ കൊണ്ട് ഇങ്ങനെ കാണിക്കുന്നു. ഞാൻ വണ്ടി നിർത്തിയിട്ട് എന്നടാന്ന് ചോദിച്ചിട്ട് അങ്ങോട്ട് പോയപ്പോഴത്തേന് ഈ പാക്കറ്റ് ഇന്ന് കത്തി പോലത്തെ സാധനം എടുത്തിട്ട് കുത്തു കാണിച്ചു. ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് തല്ലപ്പെടുത്തേന് ഞങ്ങൾ അന്നേരം അറിഞ്ഞില്ല എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു സാധനം കൊണ്ട് കുത്തുന്നത്. അപ്പം ആൾക്കാരൊന്ന് പിടിച്ചു മാറ്റി ഇങ്ങനെ നോക്കുന്ന എല്ലാം ബ്ലഡ് ദേഹത്തെല്ലാം കുത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം. വിഷ്ണു തുടരുന്നുണ്ട്. വിഷ്ണു, പിതാവിന്റെ പ്രതികരണമാണ് കണ്ടത്. എന്താണ് സംഭവിച്ചതെന്ന് പറയുകയായിരുന്നു. ബൈക്കിൽ പോകുന്ന സമയത്ത് ഇതുപോലെ അവരെ കണ്ടു, ഈ കുത്തിയ അർജുൻ്റെ ബന്ധുവിനെ കണ്ടു, ചെറിയച്ഛനെ കണ്ടു. അപ്പോൾ വാക്കേറ്റമായി. അതിനിടയിലാണ് കയ്യിലുള്ള കത്തിയെടുത്ത് കുത്തിയതെന്ന് പറയുന്നു. ഞാൻ നേരത്തെ ചോദിച്ചത് ഇതാണ്. അതിനുശേഷം ഈ കോടതി വിധി വന്ന ശേഷം ഈ രീതിയിലുള്ള എന്തെങ്കിലും പെരുമാറ്റങ്ങൾ ഈ അർജുൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ അർജുൻ്റെ കുടുംബത്തിന്റെ ഭാഗത്തും ഇവർക്കെതിരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു? പ്രജൻ അത്തരം ഒരു സംഭവം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുമായി ബന്ധപ്പെട്ടൊരു പരാതിയും ഉയർന്നിട്ടില്ല. പക്ഷേ ഈ കൊലപാതകം കഴിഞ്ഞത് അല്ലെങ്കിൽ കേസ് റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ ഈ അർജുൻ്റെ കുടുംബവും ഈ പെൺകുട്ടിയുടെ കുടുംബവും തമ്മിൽ ചില തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. ഈ സംഭവം നടന്നതിന് തൊട്ട് പിന്നാലെ തന്നെ അർജുൻ്റെ കുടുംബം അവിടെ നിന്ന് താമസം മാറി പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ ഈ വിധി വന്ന ശേഷം കുടുംബവുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധപ്പെടാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അക്രമ സ്വഭാവമോ അല്ലെങ്കിൽ ഭീഷണിയോ ഒന്നും ഒരു ഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു പരാതി ആ കുടുംബം ഇതിനു മുമ്പ് ഉന്നയിച്ചതായി നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇന്ന് സംഭവിച്ചത് പെട്ടെന്നുള്ള ഒരു ആക്രമണം തന്നെയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കേസ് വീണ്ടും ശക്തമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതിൽ തന്നെ അതിൻ്റെ ഒരു പ്രകോപനമായിരിക്കാം ഇത്തരത്തിൽ അർജുൻ്റെ ബന്ധുവിൻ്റെ ഭാഗത്തു നിന്ന് ഒരു അക്രമ സ്വഭാവത്തിലേക്ക് കാര്യങ്ങൾ മാറിയത്. ഈ പരിക്കേറ്റ പിതാവിനെയും അതോടൊപ്പം തന്നെ പിതാവിൻ്റെ അതായത് ഈ കുട്ടിയുടെ മുത്തച്ഛനെയും ഇരുവരെയും ഒരുപക്ഷെ ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നിലവിലവർ പീരുമേട് താലൂക്ക് ആശുപത്രിയിലാണ് ഉള്ളത്. അത്യന്തം ദാരുണമായ ഒരു സംഭവമാണ് നിലവിൽ വണ്ടിപ്പെരിയാറിൽ സംഭവിച്ചത് എന്നുള്ളതും അടിവരയിട്ട് പറയാം. ഈ പ്രതിയെ ഉടൻ പിടികൂടണം. അത് പിടികൂടാനുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഇയാളെ പിടികൂടും. ഇയാൾ മറ്റു ദൂരത്തേക്ക് പോയിട്ടില്ല എന്നൊരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. ഒരുപക്ഷെ ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഈ കേസിൽ പരമാവധി ഈ ശിക്ഷ ഈ പ്രതിക്ക് ലഭിക്കുമെന്നായിരുന്നു അവർ പ്രതീക്ഷിച്ചിരുന്നത്. പ്രോസിക്യൂഷനുമായി ബന്ധപ്പെട്ടവർ അന്ന് ഈ വിധി വരുന്ന ദിവസം പോലും പ്രതികരിച്ചു. പിതാവിന്റെ സഹോദരൻ നേരത്തെ ടെലിഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞത് ഈ സംഭവത്തിന് ശേഷം ഈ ഇങ്ങനെ കുത്തിയതിനു ശേഷം പിതാവിനെയും മുത്തച്ഛനെയും കുത്തുന്നു, അതിനുശേഷം അവർ പോയത് തൊട്ടടുത്തൊരു പാർട്ടി ഓഫീസിലേക്കാണെന്നൊക്കെ പറയുന്നുണ്ട്. അതിലൊക്കെ എന്താണ് സ്ഥിരീകരണം? പ്രജൻ നാട്ടുകാരാണ് അത്തരത്തിലുള്ളൊരു വിവരം നൽകിയിരിക്കുന്നത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത വരുത്തേണ്ടിയിരിക്കുന്നു. അതിലൊരു ഉറപ്പ് ഇപ്പോഴും ലഭ്യമായിട്ടില്ല. അത് ആ കാര്യത്തിലൊരു ഉറപ്പ് അല്പസമയത്തിനകം തന്നെ ലഭിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പോലീസ് എന്തായാലും പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. മറ്റു തരത്തിലുള്ള വിശകലനങ്ങൾക്കൊന്നും ഇത്തവണ ഈ സാഹചര്യത്തിൽ നിലവിൽ അടിസ്ഥാനമില്ല. കാരണം അവിടെ കുത്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും അതിദാരുണവുമായ സംഭവം. ഇദ്ദേഹം CPM-ന്റെ ഓഫീസിലേക്ക് ഓടിക്കയറി എന്നുള്ളതാണ്, ഈ പ്രതി ഓടിക്കയറി എന്നുള്ളതാണ് അവിടുത്തെ ആളുകൾ പറയുന്നത്. ആ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. പക്ഷേ ആ പാർട്ടി ഓഫീസിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇതുവരെ ലഭിക്കുന്ന വിവരങ്ങൾ. അതിൽ കൂടുതൽ ഉറപ്പിച്ച് പറയേണ്ടത് പോലീസ് തന്നെയാണ്. പോലീസ് വിശദമായ പരിശോധനകൾ നടത്തുന്നുണ്ട്. പ്രതിയെ ഉടൻ പിടികൂടാനാകുമെന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നു. കാരണം ആളുകൾ ഓടിക്കൂടിയതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു സ്ഥലത്തേക്ക് പോകാൻ ഇയാൾക്ക് സാധിച്ചിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിദാരുണമായ സംഭവമാണ്. കഴിഞ്ഞ നാളെ KPCC-യുടെ ഭാഗത്തുനിന്ന് അവിടെ ഈ കുട്ടിക്ക് നീതി ഉറപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധം ഉൾപ്പെടെ നടത്താനിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ പൊതുസമൂഹം ഒന്നാകെ ആ കുട്ടിയുടെ നീതിക്കായി അല്ലെ കുടുംബത്തിന് നീതിക്കായി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ അതിദാരുണമായ സംഭവം ആ കുടുംബത്തിന് ഏൽക്കേണ്ടി വന്നത്. ആ പിതാവിന് കുത്തുകൊള്ളേണ്ടി വന്നു എന്നുള്ളതും അവർക്ക് ആദ്യം നീതി നിഷേധിക്കുന്നു. ഇപ്പോൾ സ്വൈര്യമായി ജീവിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരല്പം പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു അല്പം ഭീതിജനകമായ സാഹചര്യം തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പോലീസ് സുരക്ഷ അവർക്ക് ഉറപ്പിക്കേണ്ടത് അനിവാര്യമാണ്. വരും ദിവസങ്ങളിലും അത്തരം ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നാണ് ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിക്കുന്ന കാര്യങ്ങൾ. അവിടെ വലിയ പ്രതിഷേധങ്ങളൊക്കെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അത് നിലച്ചുപോയി. നാളെ അത് വീണ്ടും തുടരുകയാണ്. നീതി ഉറപ്പിക്കുന്നതുവരെ പ്രതിപക്ഷം ആ കുടുംബത്തിനൊപ്പം ഉണ്ടാകുമെന്ന് മുദ്രാവാക്യം ഉയർത്തിയാണ് നിലവിൽ നാളെ അവിടെ പരിപാടി നടക്കുന്നത്. എന്തായാലും അതിദാരുണമായ സംഭവം. കുട്ടിയുടെ പിതാവിന്റെ ആരോഗ്യനില തൃപ്തികരം എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ
കാര്യം കുട്ടിയുടെ പിതാവിനും അതോടൊപ്പം മുത്തച്ഛനുമാണ് കുത്തേറ്റത്. ഈ അർജുന്റെ, അതായത് കുറ്റവിമുക്തനായ അർജുന്റെ പിതൃ സഹോദരനായ പാൽരാജാണ് ഇരുവരെയും കുത്തിയത്. ഒരു പ്രകോപനവുമില്ലാതെ ഒരു തർക്കത്തിനൊടുവിൽ, പെട്ടെന്നുണ്ടായ ഒരു തർക്കത്തിനൊടുവിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച കുത്തുകയായിരുന്നു. ഇതിലേതെങ്കിലും തരത്തിലുള്ള ആസൂത്രണം നടന്നിട്ടുണ്ടോ എന്നുള്ളതും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഒരാൾ കത്തിയുമായി ചുമ്മാ അങ്ങനെ നടക്കില്ല എന്നും ഉള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യം അവിടെ ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇയാൾ കൊലപ്പെടുത്തണമോ അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇത്തരം കേസുകളിൽ ഈ പ്രത്യേകിച്ചും പ്രതിയായ ഒരാൾ, പ്രതി ചേർക്കപ്പെട്ട ഒരാൾ കോടതിയിൽ നിന്നും വിട്ടയക്കപ്പെടുന്നു, പ്രതിയല്ലെന്ന് വിധിച്ച് വിട്ടയക്കപ്പെടുന്നു. അത്തരം കേസുകളിലൊക്കെ തന്നെ ഒരു ജാഗ്രത എന്നോണം, ഒരു മുൻകരുതൽ എന്നോണം ഈ ഇരയുടെ കുടുംബത്തിന് കൃത്യമായ സുരക്ഷ ഉറപ്പാക്കേണ്ടതുണ്ട്. അത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. ഒരു ഘട്ടത്തിലും അത്തരം സുരക്ഷ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയോ മറ്റ് കാര്യങ്ങളോ ഒന്നും ഈ കുടുംബവുമായി പോലീസ് നടത്തിയില്ല എന്നാണോ കരുതേണ്ടത്? പറഞ്ഞാൽ അങ്ങനെ ഒരു ആക്ഷേപമാണ് നിലവിൽ ഉയരുന്നത്. അല്പസമയം മുമ്പ് സംസാരിച്ച ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് ഉൾപ്പെടെയുള്ളവർ അത്തരത്തിലൊരു ആക്ഷേപം ഉന്നയിച്ചിരുന്നു. പോലീസിന്റെ ഭാഗത്തൊരു ജാഗ്രതാ കുറവ് സംഭവിച്ചിട്ടുണ്ട്. കാരണം ഈ കൊലപാതകം നടന്നതിന് പിന്നാലെ തന്നെ ഈ കുടുംബവും അർജുന്റെ കുടുംബവും തമ്മിൽ ചില തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ആദ്യഘട്ടത്തിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഈ വിധി വന്ന ശേഷവും അങ്ങനെയുള്ള സാധ്യതകൾ മുൻകൂട്ടി കാണാൻ പോലീസിന് സാധിച്ചിട്ടില്ല എന്നൊരു വിമർശനം ഒരു വശത്ത് ഉയരുന്നുണ്ട്. ഡീൻ കുര്യാക്കോസ് ഉൾപ്പെടെയുള്ള ആളുകൾ അത്തരം വിമർശനങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. ഈ സുരക്ഷ ഉറപ്പാക്കേണ്ടത്, അല്ലെങ്കിൽ വരും ദിവസങ്ങളിലും ഇനി കുടുംബത്തിന് പൂർണ്ണമായും സുരക്ഷ ഉറപ്പാക്കേണ്ടത് അനിവാര്യമാണ്. കാരണം ഈ കേസ് വീണ്ടും റീഓപ്പൺ ചെയ്ത് വരികയാണെങ്കിൽ ഇത്തരം സംഭവങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ തർക്കങ്ങളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള ഒരു സാധ്യത വളരെ ശക്തമാണ്. ഇവർ താമസിക്കുന്നതാകട്ടെ ഒരു ലയത്തിലാണ്. അതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങളിലേക്ക് അക്രമം അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങളിലേക്ക് അല്ലെങ്കിൽ അക്രമം ഉണ്ടാകാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ് എന്നൊരു വിലയിരുത്തലിലേക്ക് പോലീസ് എത്തേണ്ടിയിരുന്നത് അനിവാര്യമായിരുന്നു. പക്ഷെ അങ്ങനെ ഉണ്ടായിരുന്നില്ല. അതാണ് ഇത്തരം ഈ അക്രമത്തിലേക്ക് പോയത് എന്നുള്ളതൊരു വിലയിരുത്തലുണ്ട്. പക്ഷേ അതൊരു ഹൈപ്പോത്തറ്റിക്കൽ ആയി നമുക്ക് വേണമെങ്കിൽ നിലനിർത്താനേ ആകുകയുള്ളൂ. കാരണം ഒരു പരാതിയും കുടുംബത്തിന്റെ ഭാഗത്ത് മുൻപ് ഉണ്ടായിട്ടില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ശരി, എന്തായാലും വണ്ടിപ്പെരിയാറിൽ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ 6 വയസ്സുകാരുടെ പിതാവിനും മുത്തച്ഛനുമാണ് ആക്രമണം ഏറ്റത്. കുത്തേറ്റ ഇരുവരും ആശുപത്രിയിലാണ്. പക്ഷേ ഇരുവരുടെയും നില ഗുരുതരമല്ല എന്നതാണ് ആശ്വാസം. ആക്രമിച്ചത് കേസിൽ കോടതി വെറുതെ വിട്ട അർജുന്റെ പിതൃ സഹോദരനാണ്. പ്രതിക്കുള്ള തെരച്ചിൽ ഇപ്പോൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് വിഷ്ണു സുരേഷ് ഇടുക്കിയിൽ നൽകിയ ഏറ്റവും പുതിയ വിവരം.